മലയാള സിനിമയിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പരാതി പറയുന്ന നടിമാരെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമാണ് ഉള്ളതെന്നാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ മൊഴി നൽകിയിരിക്കുന്നത്. ഇതടക്കം വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും കേട്ട് നിൽക്കാൻ കഴിയാത്തത്ര മോശമായ കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിലുള്ളത്. ഇത്രയേറെ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടും ഹൈഡ് ചെയ്ത് വെച്ചിട്ടും ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മനുഷ്യനെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളും ആ പേരുകളും എത്രത്തോളം സ്ഫോടനാത്മകമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പരാതി പറഞ്ഞ നടിമാർക്ക് സ്വകാര്യ ഭാഗങ്ങളുടെ ഫോട്ടോ അയച്ചു കൊടുത്ത് ഭീഷണിപ്പെടുത്തുന്ന നടന്മാർ വരെ മലയാള സിനിമാ മേഖലയിലുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? പക്ഷേ അങ്ങനെ ഉണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പോലീസിനെയോ മറ്റു പരാതിയുമായി സമീപിച്ചാൽ ഉണ്ടാകുന്ന പരിണിത ഫലം ഭീകരമാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. നടിമാരുടെയും കുടുംബാംഗങ്ങളുടെയും ജീവന് വരെ ഭീഷണി നേരിടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നെന്നും പറയുന്നു. പരാതി കൊടുത്ത ഒരു നടി വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് നേരിട്ടിട്ടുള്ളത്. സ്വകാര്യ ഭാഗങ്ങളുടെ വരെ ഫോട്ടോ അയച്ചു കൊടുത്ത് അവരെ തളർത്തുന്ന നടന്മാർ വരെ മലയാള സിനിമയിലുണ്ട്. ഒരു നടിയുടെ അനുഭവവും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മോശമായ അനുഭവം ഉണ്ടായതിന്റെ പിറ്റേ ദിവസം ഉപദ്രവിച്ചയാളുടെ ഭാര്യയായി അഭിനയിക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായെന്നാണ് ആ നടിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. തലേ ദിവസത്തെ മോശം അനുഭവം മാനസികമായി തളർത്തിയതുകൊണ്ട് ഒരു ഷോട്ട് എടുക്കാൻ അവർക്ക് 17 റീടേക്കുകൾ എടുക്കേണ്ടി വന്നു. അപ്പോൾ സംവിധായകന്റെ കടുത്ത വിമർശനം നേരിടേണ്ടിയും വന്നുവെന്ന് ആ നടി പറയുന്നു. കരാറിലില്ലാത്ത തരത്തിൽ ശരീര പ്രദർശനവും ലിപ് ലോക്ക് സീനുകളും ചെയ്യേണ്ടി വന്നുവെന്ന് മറ്റൊരു നടി കമ്മീഷന് മൊഴി നൽകിയിരിക്കുന്നു. സിനിമ നിയന്ത്രിക്കുന്നത് മാഫിയ സംഘങ്ങളാണ്. നിർമ്മാതാക്കളും സംവിധായകരുമെല്ലാം അടങ്ങുന്ന 15 അംഗ പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ നിയന്ത്രണത്തിലാണ് മലയാള സിനിമാ ലോകമുള്ളത്. വിലക്ക് തീരുമാനിക്കുന്നത് പോലും ഈ സംഘമാണ്. സിനിമാ രംഗത്തുള്ളത് പുറത്തേക്കുള്ള തിളക്കം മാത്രമാണ്. സിനിമയിൽ കടുത്ത ആൺകോയ്മയാണ് നിലനിൽക്കുന്നത്. അവരെ രണ്ടാം തരക്കാരായി പരിഗണിക്കുകയാണ്. സ്ത്രീകൾ വ്യാപകമായ രീതിയിൽ അരക്ഷിതാവസ്ഥയും നേരിടുന്നു. പലപ്പോഴും ശുചിമുറി പോലും ഇല്ലാത്ത അവസ്ഥയുണ്ട്. തുണികളുടെ മറവിൽ വസ്ത്രം മാറേണ്ടി വരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നടിമാരുടെ മുറികളിൽ വാതിലിൽ മുട്ടുന്നത് പതിവാണത്രേ. ഉന്നതർ ചെയ്തു കൂട്ടിയത് എഴുതാനോ പറയാനോ കഴിയാത്തത്ര കേട്ടാൽ അറയ്ക്കുന്ന കാര്യങ്ങളാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സിനിമാ സെറ്റുകളിൽ സ്ത്രീകൾ കടുത്ത വിവേചനമാണ് നേരിടുന്നതെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തവർക്ക് അവസരം ഉണ്ടാകില്ലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. സഹകരിക്കാൻ തയ്യാറാകുന്നവർ അറിയപ്പെടുക കോഡ് പേരുകളിലാണ്. വിട്ടുവീഴ്ച ചെയ്യുന്നവരെ കോപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റുകൾ എന്ന് വിളിക്കും. സിനിമാ മേഖലയിൽ വ്യാപക ലൈംഗിക ചൂഷണമാണുള്ളത്. അവസരം കിട്ടാൻ വിട്ടുവീഴ്ച ചെയ്തേ ഒക്കൂ. നടിമാർ ഷൂട്ടിംഗ് സെറ്റുകളിൽ കുടുംബത്തിലുള്ളവരെ ഒപ്പം കൂട്ടേണ്ട അവസ്ഥയുണ്ട്. മൂത്രമൊഴിക്കാൻ സൗകര്യമില്ലാത്തത് കൊണ്ട് സെറ്റിൽ സ്ത്രീകൾ വെള്ളം കുടിക്കാതെ നിൽക്കുന്നു. പല സ്ത്രീകൾക്കും യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ആകെ 233 പേജുകളുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത്. സ്വകാര്യതയെ ലംഘിക്കുന്ന വിവരങ്ങൾ കൈമാറില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയതിനാൽ ആളുകളെ തിരിച്ചറിയുന്ന വിവരങ്ങൾ ഒഴിവാക്കും. 49-ാം പേജിലെ 96-ാം പാരഗ്രാഫ് പ്രസിദ്ധീകരിച്ചിട്ടില്ല. 81 മുതൽ 100 വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കി. 165 മുതൽ 196 വരെയുള്ള പാരഗ്രാഫുകളും അനുബന്ധവും ഒഴിവാക്കിയിട്ടുണ്ട്. ഇതൊന്നും കൂടാതെ മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി ഇതിൽ വന്നിട്ടുണ്ട്. അതായത് WCCയുടെ ഭാഗമായിരുന്ന ഒരു നടി ഇവർ ഇങ്ങനെയൊരു പ്രശ്നമേ ഇല്ല, മലയാള സിനിമാ ലോകത്തെ ഇങ്ങനെയൊരു പ്രശ്നമേ ഇല്ല എന്ന് അവസാനം പറഞ്ഞത് വഴി ആ നടിക്ക് ഒടുവിൽ കൈ നിറയെ അവസരങ്ങളാണ് കിട്ടിയതെന്നും പറയുന്നു. എന്നാൽ ആ അവസരവാദിയായ നടിയെക്കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസ് ഒന്നും ഇത്തരം